Praise the Lord. Amen. Praise the Lord. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിൽ വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നൽകി പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി വേദനയുടെ കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ തളർന്നു പോകാതെ തകർക്കുന്നവരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ഇന്ന് പകലിലും നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയിരുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാ ആദരങ്ങളും തുറന്ന് അല്പസമയം നന്ദിയോടെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം ഇന്ന് പകലിലും നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയത് ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്ത് കാലിൽ കണ്ണിന്മേൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ദൈവം സൂക്ഷിച്ചെങ്കിൽ വിടുവിച്ചെങ്കിൽ പരിപാലിച്ചെങ്കിൽ ലോകത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ 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 ആമേൻ. കണ്ണുകളെ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തരും വാക്കുമാറാത്തവരുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെ ഇരുന്ന് ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ അങ്ങ് ദാനമായി നൽകിയാൽ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് ഏത് രാജ്യത്തായിരുന്നാലും ഏത് ഭവനത്തിലായിരുന്നാലും ഏത് ആമേൻ വിഷയത്തിന്റെ മുമ്പിലായിരുന്നാലും ആമേൻ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം സൂക്ഷിപ്പാൻ കഴിയുന്ന ശക്തീകരിച്ചാട്ട് ആമേൻ ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപങ്ങൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ അതേ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നാമം മഹിമപ്പെടുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന കരം ആമേൻ ചിലരുടെ മേൽ അതേ തലോടുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി അങ്ങയുടെ പുനർനാമം മഹിമപ്പെടുന്ന നിലയിൽ ആത്മാവിന്റെ അത്യന്ത വ്യാപാരത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക. ആദ്യോടെന്ത പരിശുദ്ധാത്മാവൻ ദൈവം കൂടെയിരിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ആമേൻ വേഗത്തിൽ ആമേൻ ദൈവം നൽകിയ വചനം ആമേൻ പങ്കുവെക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ സന്തോഷമുള്ളവർ ചേർന്ന് പാടിയാലും എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനായ യേശുവേ, സ്തോത്രയാഗം അർപ്പിക്കുന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. സ്തോത്രയാഗം അർപ്പിക്കുന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നേ പിന്നിണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണ
ജയിച്ചവനാ നിത്യമായി സ്നേഹിതനേ നിണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണ ജയിച്ചവനേ യോഗ്യനേ യേശുവേ സ്തുതികൾക്കു യോഗ്യനേ 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 ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യനീ യോഗ്യനീ ദൈവ കുഞ്ഞാടേ യോഗ്യൻ സൗഖ്യദാനൻ യേശു അടിപിണരാ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യമായി ജീവിതത്തിൽ ഭാഗ്യദായകൻ യേശു അടിപിണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യനീ യേശുവേ സ്തുതികൾക്കു യോഗ്യനീ 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 ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യനീ യോഗ്യനീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിക്കെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യനീ യേശുവേ യോഗ്യനീ യേശുവേ സ്തുതികൾക്കു യോഗ്യനീ 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 ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യനീ യോഗ്യനീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകുന്നല്ലോ, ബലം നൽകുന്നല്ലോ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. യോഗ്യനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വേഗത്തിൽ ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു ചോദ്യത്തോടു കൂടെ ആമേൻ അതെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എന്ത് ജീവിത ശൈലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. എന്ത് ജീവിത ശൈലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ലോകത്തിൽ അനേക വിവിധ ശൈലികൾ ആമേൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ വിവിധ ശൈലികൾ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഏത് ജീവിത ശൈലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആമേൻ അതിനാധാരമായി നാം വായിക്കുന്നത് ഹല്ലേലൂയ ആമേൻ യോഹന്നാന്റെ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി അതിനാധാരമായി ആമേൻ നാം വായിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യമാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. ആമേൻ. ആ വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ എന്നെ നിയോഗിച്ചാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിൻ്റെ വക്താവായി നിൽക്കുവാൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി നിർത്തിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ വായിക്കാം. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം പോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ആമേൻ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ ആയി ജീവിക്കുവാൻ ആമേൻ അതെ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ ഹല്ലേലൂയ ആമേൻ അതെ ദയയുള്ളവരായി മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. 70 വട്ടം ക്ഷമിക്കുവാനാണ് കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നുകൊണ്ട് ആമേൻ അരുമനാഥൻ ആമേൻ അവനെ ആമേൻ കുന്തം കൊണ്ട് കുത്തുവാൻ നിന്നവരോട് ഹല്ലേലൂയ അവന്റെ തല മുൾക്കിരീടം ധാരിയാക്കി ആമേൻ മുൾക്കിരീടം തലയിൽ വെച്ചവരോട് അവന്റെ പുറം ഉഴവ് ചാലുപോലെ അടിച്ച് തകർത്തവരോട് അവന് ദാഹിച്ചപ്പോൾ കയ്പ് കാടി കൊടുത്തവരോട് ആമേൻ ബറോബാസിനെ വിട്ടു തരിക ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആക്രോശിച്ചവരോട് ഇവ ക്രൂശിക്കുവാൻ തക്കവണ്ണം ആമേൻ കൽപ്പന കൊടുത്തവരോട് അരുമനാഥൻ ക്രൂശിൽ കടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകലിലും സ്നേഹിത താങ്കളോട് ശത്രുത്വം ആമേൻ കാണിച്ചവരോട് ഹല്ലേലൂയ അല്ല നിന്റെ ഭാര്യയോട്, അല്ല നിന്റെ ഭർത്താവിനോട്, അല്ല നിന്റെ കൂടപ്പുറപ്പിനോട്, നിന്റെ സ്നേഹിതനോട്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആമേൻ അല്ല നീ സഞ്ചരിച്ച പാതയിൽ ഹല്ലേലൂയ നിനക്കെതിരെ ശത്രു ശബ്ദമുയർത്തിയപ്പോൾ, നിനക്കെതിരെ ശത്രു ചില പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ചോദിക്കുന്നു, എന്ത് ജീവിത ശൈലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. അത് കർത്താവ് അത് സ്ഥാപിച്ച സഭയിലെ ദൈവമക്കളോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഈ ജീവിത ശൈലി നിങ്ങൾ ഫോളോ ചെയ്യണം. ഏത് ആമേൻ നിങ്ങൾ തമ്മിൽ ഈ ദയയുള്ളവരായി മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പൊറുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പരാജയപ്പെടും. ആമേൻ ക്ഷമിക്കാത്തവരെവിടെയുണ്ടോ, ആമേൻ മനസ്സലിവില്ലാത്തവർ എവിടെയുണ്ടോ അവിടെ പരാജയം മാത്രമാ. ഇന്ന് രാത്രി അത് നീ പരാജയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിന്റെ പരാജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നിന്നെ വൈരാഗ്യമുള്ളവരായി
നിന്നെ ശത്രുത്വമുള്ളവനാക്കി അവൻ നിന്നെ തകർക്കുവാൻ ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാചിന്റെ മുന്നിൽ എന്നെ രാത്രി നീ ജയാളിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേൾവിക്കാരെ പോലെ കേട്ടിരിക്കാതെ, കാഴ്ചക്കാരെ പോലെ അവൻ കണ്ടുകൊണ്ടിരിക്കാതെ നീ കേൾക്കുന്ന വചനം അത് ജീവനുള്ള ചൈതന്യമുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ള പ്രാണനെയോ അതേ മച്ചകളെ സന്ധിമച്ചകളെയും വരെ വേർവിരിക്കും വരെ അത് തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അതിന്റെ 30, 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച ആമേൻ സഭയുടെ അംഗങ്ങളായി മാറി ആമേൻ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അതേ കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് അതേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അങ്ങനെ ബോധമുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ അതെ ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ഹല്ലേലൂയ. അവൻ വന്നിട്ട് ആമേൻ അതെ മർക്കോസിന്റെ മാളിക മുറിയിൽ അതെ മുഴങ്കാൽ മടക്കിയ 120 പേരുടെ മേൽ പകർന്ന ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ ബോധമുള്ളവരായി ജീവിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി സുബോധമില്ലാത്തവരായിട്ടല്ല, ബോധമുള്ളവരായി ജീവിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. അതെ വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ആദ്യ നൂറ്റാണ്ടിൽ അതെ മുഴങ്കാൽ മടക്കി ആമേൻ പിതാവിന്റെ വാഗ്ദത്തം യേശുക്രിസ്തുവിലൂടെ കേട്ടത് പ്രാപിക്കുവാൻ കാത്തിരുന്നവരുടെ മേൽ പകർന്ന അഭിഷേകം ഈ അന്ത്യകാലത്തും സകല ജനത്തിന്മേലും പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുവാൻ, ലോകം മുഴുവൻ സുവിശേഷത്തിന്റെ വക്താക്കളായി പോകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടുന്ന് എടുക്കപ്പെടുന്നവര് ആമേൻ ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവര്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സഭയുടെ മുമ്പിൽ ഉയർന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ ആമേൻ തകർന്നു പോകാതെ നിൽക്കണമെങ്കിൽ ഉയരത്തിൽ അഭിഷേകം വേണം. അങ്ങനെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ നിന്റെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിയ അതേ വിഷയങ്ങളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു നീ, ഏത് ജീവിത ശൈലിയാണ് തെരഞ്ഞെടുത്തത്? ആമേൻ. അനനിയാസ് എന്ന് പറയുന്ന, സഫീര എന്ന് പറയുന്ന ആദ്യകാല സഭയിലെ, പുതിയ നിയമ സഭയിലെ അതേ വിശ്വാസികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചതുകൊണ്ട് ആമേൻ അവർ തകർന്നു പോവുകയും ഇന്ന് രാത്രിയിൽ തകർന്നു പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആമേൻ സഭയുടെ അംഗങ്ങളായിരിക്കുന്നവരോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതി അത് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആമേൻ. തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഓരോ ദിവസവും മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നീ ഭയപ്പെടാതിരിക്കണമെങ്കിൽ അവൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ അവർ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല. ഇന്ന് രാത്രി നിന്നെ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുന്നവരുടെ മുമ്പിൽ നീ തകർന്നു പോകാതെ നിൽക്കണമെങ്കിൽ നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല. നീ പഠിച്ച ഡിഗ്രിയുടെ ആമേൻ അത് പവർ കൊണ്ട് പറ്റത്തില്ല. ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് പകലത്തെ നിന്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? ഇന്ന് പകലിലെ നിന്റെ നിരൂപണം എങ്ങനെയായിരുന്നു? ഇന്ന് പകലിലെ നിന്റെ ഇടപാട് എങ്ങനെയായിരുന്നു? നിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, നിന്റെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, നിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ, നിന്റെ ഓഫീസിൽ, നിന്റെ സ്കൂളിൽ, നിന്റെ വീട്ടിൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നീ ഏത് ജീവിത ശൈലിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? നിന്റെ ജീവിത ശൈലി കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. ഹല്ലേലൂയ. ആമേൻ. കാരണം അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, എല്ലാ കയ്പും കോപവും ക്രോധവും
കുറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഇത്യാദി വിഷയങ്ങൾ എല്ലാ കയ്പും ഇന്ന് പകലും അതേ സംസാരത്തിൽ ഇടപാടിൽ പ്രവൃത്തിയിൽ കയ്പിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഉരിഞ്ഞു കളയുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ചവർ കരവടിച്ച് ആത്മാവിൽ നിറഞ്ഞ് അന്ധകാര മണ്ഡലങ്ങള് അത് വെട്ടിവീഴ്ത്തുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ച് ദൈവാത്മാവിന്റെ ആ ശക്തിയോടെ ആ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ കയറി അവയെ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് കൈപ്പുളവാക്കുന്ന നിന്റെ തലമുറയുടെ ജീവിതത്തിൽ കൈപ്പുളവാക്കുന്ന എല്ലാ അനുഭവങ്ങളും ആ പൈശാചിക പ്രവർത്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് അവയെ വചനം കൊണ്ട് വെട്ടി വീഴ്ത്തുവാൻ ഉതകുന്ന ഒരാത്മമണ്ഡല വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുവാനിടയാണ്. ഹല്ലേലൂയ, ആമേൻ. എല്ലാ കയ്പും അതെ കോപം, ആമേൻ, ക്രോധം, കുറ്റാരവും, ഹല്ലേലൂയ, ആമേൻ, ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നാളുകളായി അതേ കോപം വേണ്ട, ക്രോധം വേണ്ട, ആമേൻ, കയ്പ് വേണ്ട, കുറ്റാരവും വേണ്ട, ദൂഷണം വേണ്ട, സകല ദുർഗണവുമായി ആമേൻ ഒന്നും വേണ്ടെന്ന് ചിന്തിച്ചിട്ട് അത് വിടാതെ കണ്ട് നിന്നെ അതിനകത്ത് അള്ളിയിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ കുഴിയിൽ നിന്ന് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം അവൻ നീ ആയിരിക്കുന്നിടത്ത് ചലിച്ചുകൊണ്ടിരിക്കും സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുമ്പം മാധുര്യമാകേണ്ടതിന് പറഞ്ഞ കയ്പ. അത് നാളുകളായില്ലേ നീ കയ്പ മാറേ. ആമേൻ, ആമേൻ, ആമേൻ. മധുരമാക്കുന്നവൻ അതെ നവോമിയുടെ ജീവിതം കയ്പായി മാറിയതുപോലെ ആ ക്ഷാമം വന്നപ്പോൾ ഹല്ലേലൂയ അതേ ഓടിയ പോക്ക് അതേ ഗുരുതരമായി പോയി. അതേ ചില നഷ്ടങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ടു, ആകെ പ്രതീക്ഷയായിരുന്നു, കൈവിട്ടു പോയി. തലമുറകൾ 2 ആമക്കൾ വളർന്നു വരുന്നത് കണ്ടപ്പോൾ വളരെ പ്രതീക്ഷയായിരുന്നു. കൈപ്പായി പോയി. ആരോ പറയുന്നു എന്റെ ജീവിതം ഇപ്രകാരമാ, കൈപ്പാ. എന്നാൽ ഇന്ന് രാത്രി കൈപ്പേറിയ ജീവിതത്തെ മാധുര്യമാക്കുവാൻ കഴിയുന്നവന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുന്നവരുടെ മേൽ അഭിഷേകം ചലിക്കുകയാ. നിന്റെ ജീവിത പങ്കാളി അതേ കോപമുള്ളവനാ, ക്രോധമുള്ളവനാ, പലപ്പോഴും സംസാരം കയ്പ. എന്നാൽ ഇന്ന് രാത്രി കയ്പിനെ മധുരമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്നവൻ അവൻ കൊമ്പ് വെട്ടി അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ അത് മധുര്യമുള്ളതായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ളവർ, ശൂന്യതകളെ പണിയുന്നവൻ. നിന്റെ ബിസിനസ് ആകട്ടെ, നിന്റെ കുടുംബ ജീവിതമാകട്ടെ, നിന്റെ മുമ്പോട്ടുള്ള ആമേൻ ജീവിതത്തിന്റെ ആമേൻ സമസ്ത മേഖലകളിൽ ആമേൻ കയ്പിന്റെ അനുഭവം അതേ ഇന്ന് രാത്രി ആ കയ്പ് അതേ ഇല്ലാതായി മാധുര്യം ആമേൻ അനുഭവിക്കത്തക്ക വിധത്തിൽ ഉലകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതായിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവൻ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പേ. പലപ്പോഴും ക്ഷമിക്കുവാൻ കഴിയാതെ, പലപ്പോഴും സന്തോഷിക്കുവാൻ കഴിയാതെ, പലപ്പോഴും ആനന്ദിക്കുവാൻ കഴിയാതെ ഇടയിൽ കയ്പും ക്രോധവും കുറ്റാരോണവും ദൂഷണവും അത് വെളിപ്പെടുത്തുന്ന ആ പൈശാചിക പ്രവർത്തിക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഒരുവനെ കഴിയത്തുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അവൻ തിരിച്ചറിയണം, നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ആമേൻ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിനെ പ്രാപിച്ചവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാതെ നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല.
ആവശ്യമില്ല. വചനം പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുവീൻ. ഇന്ന് രാത്രി ആത്മാവിനെ പ്രാപിച്ചവർ, ആത്മാവിനെ ഏറ്റെടുത്തവർ, അഭിഷേകത്താൽ നിറഞ്ഞവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. അങ്ങനെയുള്ളവരിൽ എന്തില്ല? ജഡ സ്വഭാവങ്ങളില്ല. ഹല്ലേലൂയ. ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഹല്ലേലൂയ. അപ്പൊ ആരാ കുഴപ്പക്കാര്? ആരാ പ്രശ്നക്കാര്? ഈ ആത്മാവില്ലാത്തവരാ. ഇന്ന് രാത്രി ആ ആത്മാവിനെ കുറിച്ച് നീ ആദ്യമാ കേൾക്കുന്നതെങ്കിൽ അത് പ്രാപിപ്പാൻ തയ്യാറാകണം. അല്ല, നീ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ അവൻ നിന്നിൽ ജഡ സ്വഭാവം പാടില്ല. അവൻ ജഡ സ്വഭാവം നിന്നിൽ പൊന്തുന്നുണ്ടെങ്കിൽ, വെളി വരുന്നുണ്ടെങ്കിൽ നീ പ്രാപിച്ച ആത്മാവിന് എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആമേൻ. ദൈവമക്കളെ, ഞാനും നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. എന്റെ നിന്റെ കാൽവരി അവസാന തുള്ളി രക്തം വരെയും അതെ ഒഴുക്കി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് ആമേൻ, നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമല്ലോ, ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാമായിട്ട് ഇതിനു വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യണ്ട. ആമേൻ. ഇതിനെ സൂക്ഷിക്കാൻ ദൈവം ശക്തിയുള്ളവരാ. ആമേൻ. ദൈവം മതിയായവരാ. എന്നാൽ ആമേൻ, ഇതിനകത്തുള്ള ആത്മാവിനെ ഞാനും നിങ്ങൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ ആത്മാവിനെ ഞാനും നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറായ ഈ ശരീരത്തെ ആമേൻ ആത്മാവിനെ പകർന്നവൻ സൂക്ഷിക്കുവാൻ ശക്തരാ. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതെ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ഹല്ലേലൂയ. നോക്കണമേ, യെരൂശലേമേ യെരൂശലേമേ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന പ്രാർത്ഥന ഗിരി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദേവാലയം ആമേൻ ഇരിക്കുന്ന, ആമേൻ അതെ ദാനിയേല് അത് ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു വന്ന പ്രതികൂലത്തെ മറികടക്കുവാൻ അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ആമേൻ. അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ പതിവ് പോലെ ആമേൻ അത് കിളുവാതിലുകൾ യെരൂശലേമിന്റെ നേരെ ആമേൻ തുറന്നിട്ട് അവൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചതായി വചനം പറയുന്നു. അപ്പൊ യെരൂശലേമിന്റെ പ്രത്യേകത, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് സംഭവിച്ച ഒരു കാര്യം, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയോ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ആമേൻ. കോഴി തന്റെ കുഞ്ഞിനെ ആമേൻ അത് കുഞ്ഞുങ്ങളെ ചിറകന്റെ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കോ മനസ്സായില്ല. അതേ വചനം പറയുന്നു, എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയുണ്ട്, ആലയമുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവ ജീവിതത്തെ ആമേൻ തിരുത്താനായി ചില പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരെ കൊല്ലുവാനും അവരെ ഉൾക്കൊള്ളുവാനും ആമേൻ യെരൂശലേം നിവാസികൾ തയ്യാറായില്ല. ആമേൻ. നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയും. ആമേൻ. നോക്കണമേ, ഉൾക്കൊള്ളുക മാത്രമല്ല, ഉൾക്കൊള്ളാതിരിക്കുക മാത്രമല്ല, അവരെ കൊല്ലുവാനും കല്ലെറിയുവാനും അവർക്കെതിരെ ശബ്ദമുയർത്തുവാനും തയ്യാറായി. അതുകൊണ്ട് പറയുക, കോഴി തന്റെ കുഞ്ഞുങ്ങളെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ആമേൻ എത്ര വട്ടം അതേ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സ് വെക്കാൻ തയ്യാറാകുക. 38 വർഷം കുളക്കരയിൽ കിടന്നവനോട് യേശു ചോദിച്ചത്, ആമേൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ എത്ര വർഷം കിടന്നു എന്നുള്ളതല്ല, കണ്ടു എന്നുള്ളതല്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നീ ആമേൻ എഴുന്നേൽക്കുമായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കിടക്കുന്ന കിടപ്പിൽ നിന്ന് ആമേൻ എഴുന്നേൽക്കുവാൻ കഴിയാതെ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ രോഗത്തിനകത്ത് നിന്ന് ഒന്ന് വെളിയിലേക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ അതെ ഒന്ന് മനസ്സ് വെക്കാൻ തയ്യാറാകുക. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ യേശു മതിയായവനാൽ ഇന്ന് രാത്രി നടുവിൽ വന്നിട്ടുണ്ട്. ആമേൻ. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ആമേൻ അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. നോക്കണമേ, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം, ചുറ്റും നിൽക്കുന്നവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട്
കോപത്തോടെ അവനെ ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ കൈ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. അതെ, നിന്റെ ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യേശു മതിയായവനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ നിന്റെ ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി യേശു നിന്നെ നോക്കി കരയുവാൻ തയ്യാറായാൽ അതെ, ആ മാർത്തയുടെ മറിയുടെ ജീവിതത്തെ യേശു ശ്രദ്ധിച്ചപ്പോ അവരോട് കൂടെ കരഞ്ഞെന്ന്. ഹല്ലേലൂയ. ഒരു മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ നീ നാളുകളായി പ്രാർത്ഥിക്കുന്നത് ആരും കാണുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ശ്രദ്ധിക്കുന്നവർ നിനക്ക് ചുറ്റും നിന്ന് പലതും പറയുന്നുണ്ടാകാം. എന്നാൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കാതെ കണ്ണുനീരിനെ വാർത്ത് കണ്ണുനീരൊഴുക്കി ഒരു മഹത്വം വെളിപ്പെടുത്തിയവർ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ കണ്ണിന് മറവായിരിക്കുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തി മറനീക്കി നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഒരു അവസരം ദൈവം ഒരുക്കിയിരിക്കുകയാ. നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലെ നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. അത് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ തകർക്കാൻ നോക്കുന്ന, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന പൈശാചിക പ്രവർത്തികൾ കണത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ശക്തരായവർ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന അക്കരക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം പകർന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ശക്തരായവൻ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, യഹൂദന്മാര് ഹല്ലേലൂയ അതെ പ്രിയനായവന്റെ വീട്ടില് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആ വീട്ടിലേക്ക് യേശു വരികയാണ്. അവൻ വരുന്നത് കണ്ട് പലരും പലത് പറയുകയാണ്. അവൻ സൗഖ്യമാക്കുന്നവനായിരുന്നെങ്കിൽ കണ്ടോ, അവരുടെ കൂടെ അവൻ കരയുന്നത് കണ്ടോ എന്നൊക്കെ കമന്റ് പറയുന്നവരുടെ മുമ്പിൽ യേശു അവരോട് കൂടെ നിന്ന് കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. അല്പം കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് രാത്രി കരയുന്നവരോട് കൂടെ കരയുന്ന എന്റെ യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ കുറ്റം പറഞ്ഞ് നിന്നെ വിധിച്ച് നിന്നെ തകർക്കാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രിയിൽ കരയുന്ന മാതാവേ, നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടിയായി എന്റെ യേശു ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താത്ത 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി യേശു ജനിച്ചത് നിനക്ക് വേണ്ടിയാണ്. അവൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി അത് വിശ്വസിച്ച് ദൈവ പൈതലായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആ പ്രിയനായവന്റെ വീട്ടിൽ യേശു വന്ന് മഹത്വം വെളിപ്പെടുത്തിയതുപോലെ നിന്റെ ജീവിതത്തിലൂടെ ദൈവം മഹത്വം വെളിപ്പെടുത്തുവാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താത്ത അതേ സഹോദര, അതേ മാതാവേ, അതേ കുഞ്ഞെ, അതേ കുഴപ്പേ, നാളുകളായി രോഗിയായി കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇന്ന് രാത്രി അവന്റെ കരം നീട്ടി നിന്നെ സൗഖ്യമാക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മസ്വഭാവമുള്ളവരോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇന്ന് പകലിലും ജഡീകമായത് ചിന്തിച്ച് ജീവിതം തള്ളി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആത്മീയൻ ഉയരത്തിലുള്ളത് ചിന്തിക്കും, ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. കുറെ കൂടെ ഉണ്ടാക്കണം, കുറെ കൂടെ വെട്ടിപ്പിടിക്കണം, ലോൺ എടുക്കണം,
വീട് വെക്കണം, കാർ വാങ്ങണം, അങ്ങനെ ഈ ലോകത്തിലെ ആഡംബരങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരെല്ലാം പെടുന്നരെ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് രാത്രി സമൃദ്ധിയായി ജീവൻ ഉണ്ടാകത്തക്ക വിധത്തിൽ, സമാധാനം പ്രാപിക്കത്തക്ക വിധത്തിലുള്ള ചിന്ത ആത്മാവിൻ്റെതാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. സ്നേഹിത, ഇന്ന് പകലിലോ നീ ജഡീക ചിന്ത ചിന്തിക്കുന്തോറും നീ ദൈവത്തിന് ശത്രുത്വം. ആമേൻ. അതുകൊണ്ട് ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ ചണ്ടയിട്ട് അത് തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഒരാത്മീയ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ചവൻ ഒരാത്മ മണ്ഡലത്തിലാണെങ്കിൽ ഉയരത്തിലുള്ളത് എന്തൊക്കെ. ഭാര്യ ആത്മാവിനെ പ്രാപിച്ച ആത്മീയത ഉള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ ഭാര്യ എപ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിക്കും. എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ കുടുംബം എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ചിന്തിച്ച് ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ തന്റെ ഭർത്താവ് ഉയർന്നുകൊണ്ടേയിരിക്കും. തന്റെ മക്കൾ ഉയർന്നുകൊണ്ടേയിരിക്കും. തന്റെ ഭർത്താവ് ഒരാത്മീയനാണെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്റെ ഭാര്യയെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. ഭാര്യ പടിപടിയായി ഉയരും. മക്കൾ ഉയരും. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകലിലും നീ ഒരു ജഡീകനായി ജീവിച്ചാണെങ്കിൽ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗത്വം ഉണ്ടാകാം, ബൈബിള് കാണാപ്പാടം അറിയാം, പ്രൈസ് വാങ്ങിക്കാൻ നീ മത്സരിച്ചിട്ടുണ്ടാകാം, നീ പ്രസംഗിച്ച് മത്സരിച്ചിട്ടുണ്ടാകാം, നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നീ ജഡസ്വഭാവമുള്ളവനാണെങ്കിൽ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മാ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ല ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു. തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കും. അതെ, ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ ഒരിക്കൽ മരിക്കും. എന്നാൽ അവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഈ ആത്മാവാം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവപൈതൽ കർത്താവിന്റെ വരവിങ്കൽ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അല്ല, ജീവനോട് ശേഷിക്കുന്നെങ്കിൽ രൂപാന്തരം പ്രാപിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇന്ന് രാത്രി വായിച്ച കുറിവാക്കം കോപം, ക്രോധം, അതെ, ദുർഭാഷണം, ഹല്ലേലൂയ, ദുശ്ചിന്ത ഇത്യാദി കാര്യങ്ങളെ മരിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ഒരാത്മീയനായ ഇന്ന് രാത്രി നിന്റെ ആത്മീയ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്ന ഉയരത്തിലെ ജീവന്റെ വചനം നീ ഭക്ഷിച്ച് ബലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഉദരത്തക്ക വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്റെ ആത്മമണ്ഡലത്തിൽ അതിരുകൾ വിശാലമാകത്തക്ക വിധത്തിലുള്ളതാ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് പിന്നെയും അതെ, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ നീ ആരാണ്? ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. പിന്നെയോ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ലോകത്തിൽ ആരും നിന്നെ കുറിച്ച് ഈ സത്യം പറയാൻ തയ്യാറായില്ലെങ്കിലും ആത്മാവിനെ പ്രാപിച്ച നിന്നെ കുറിച്ച് ആത്മാവ് താനും സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലും അത്രേ. ഇന്ന് രാത്രിയിലും കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കും
ദൈവമായിരിക്കുന്ന കർത്താവ് അത് കഷ്ടതയ്ക്കകത്ത് നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ആത്മാവിനാൽ നിന്നെ ശക്തീകരിച്ച് സമസ്ത മേഖലകൾ ഒരു ജയാളിയായി ജീവിക്കുവാൻ ഇടതത്തക്ക വിധത്തിൽ പ്രവർത്തി വലിവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് അനുകൂലമായി ചലിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ബോധം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കൂട്ടുകാരുടെ ഇഷ്ടത്തിനല്ല, നാട്ടുകാരുടെ ഇഷ്ടത്തിനല്ല, അമ്മാച്ചന്റെ ഇഷ്ടത്തിനല്ല, പിന്നെയോ ആത്മാവിന്റെ ഇഷ്ടത്തിന്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടപ്പേ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ബോധം നിവർത്തിക്കില്ല എന്ന് പറയുന്നു. ആമേൻ. അതെ, ഭാര്യയുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ ആമേൻ. അതെ, അനനിയാസ് സഫീറയും തകർന്നു പോയതുപോലെ തകർന്നു പോകും കേട്ടോ. ആമേൻ. ഇന്ന് രാത്രി ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ആമേൻ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നോക്കണമേ, ഭാര്യ ആത്മീയം, അതെ ഭർത്താവ് ജഡീക, രണ്ടുപേരും കൂടെ ഒരുമിച്ചായാൽ എങ്ങനെയാകും? വചനം പറയുന്നു, ആത്മാവിനനുസരിച്ച് നടപ്പി. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിഷേകം ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. നിന്നിൽ ആത്മാവും ഉണ്ട്, ജഡീയം ഉണ്ട്. ആത്മാവിന്റെ സ്വഭാവമുണ്ട്, ജഡീക സ്വഭാവമുണ്ട്. ഇത് രണ്ടും നിന്നിലുണ്ടെങ്കിൽ ഇത് രണ്ടും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നോക്കണമേ, നിന്നിൽ തന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആമേൻ, അത് രണ്ടും ആമേൻ പ്രതികൂലമായി നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ആമേൻ. ഇന്ന് രാത്രി നിന്നിൽ ആമേൻ ജഡത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടോ എന്ന് നീ കണ്ടുപിടിക്കണം. ആത്മാവിൽ സ്കാൻ ചെയ്ത് ആമേൻ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുവാൻ തയ്യാറാകണം. ആമേൻ. ആ ജഡത്തിന്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രാരാധന, അവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദണ്ഡപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. സ്നേഹിതരെ, കൂടപ്പറപ്പെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, ഇത്യാദി കാര്യങ്ങൾ 15 കൂട്ടം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ സമാധാന, സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അത് അനുഭവിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നീ ഒരു ആത്മീയനായി ജീവിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവത്തെ ഉരിഞ്ഞു കളയുക ഇന്ന് രാത്രി ഇടയാകട്ടെ. അതെ, നീ വിട്ടിട്ടും വിടാതെ കണ്ട് നിന്നെ പിന്തുടരുന്ന ആ ജഡീക സ്വഭാവങ്ങൾ ഇന്ന് രാത്രി നിന്നെ വിട്ടുമാറുവാൻ അതെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഉയരത്തില് ആമേൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജഡസ്വഭാവങ്ങൾ അത് പൂർണ്ണമായി നീങ്ങിപ്പോയി ഒരാത്മ സ്വഭാവത്തിന് ഉടമയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ ആത്മാവിൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, ആമേൻ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതെ ജഡത്തിന്റെ സകല പ്രവർത്തികളെയും ക്രൂശിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ അത് ആമേൻ ഇല്ലാതാക്കിയ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ വചനത്തിൽ വേരൂന്നി അവന്റെ ആത്മാവിനെ പ്രാപിച്ച് ജീവിക്കുന്ന ദൈവവൈതലെ, നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആമേൻ. നടക്കുക ആത്മാവിനെ അനുസരിച്ച്. വഞ്ചനപ്പെടാതിരിപ്പാൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. ഇന്ന് പകൽ നീ എന്താ വിതച്ചത് അതാ നീ കൊയ്തെടുക്കാൻ പോകുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആമേൻ. ഇന്ന് പകൽ കിട്ടിയ സമയം ലോകപ്രകാരം ജീവിച്ച് ലോകത്തിൽ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെയായിരുന്നു നിന്റെ ചിന്തയെങ്കിൽ നീ ഏറിയ സമയം അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നാൽ നിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയായിരുന്നെങ്കിൽ നീ ഏറിയ സമയം അതിനുവേണ്ടി നീ ജോലി ചെയ്യുമ്പോഴും നീ കിടക്കുമ്പോഴും നീ നടക്കുമ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയും നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആമേൻ. നന്മ ചെയ്യുന്നതിൽ നിന്നെ മടുപ്പിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളുടെ അകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തരായവരുടെ സാന്നിധ്യം ഇന്ന് പകലും അനുഭവിച്ചവർ കരുമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട. ആമേൻ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരേ. ഹല്ലേലൂയ. ശാഠ്യം. ആമേൻ. ഹൃദയത്തിനും ചെവിക്കും എന്തില്ല? ആവശ്യമില്ലാത്തത് ഹൃദയം കൊണ്ട് ചിന്തിക്കുക, ആവശ്യമില്ലാത്തത് കേൾക്കുക. ഇതിന് പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട്
മറുത്തു നിൽക്കുന്നു? ആരാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ആരാ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നത്? ശാഠ്യക്കാർ. ഇന്ന് പകല് ഭാര്യ ശാഠ്യമുള്ളത്, ആമേൻ, ഭർത്താവ് ശാഠ്യമുള്ളത്, മക്കൾ ശാഠ്യമുള്ളത്, ആമേൻ, അഭിഷക്തന്മാർ ശാഠ്യമുള്ളവരായി മാറുവാൻ പിശാച് അവന്റെ ജഡത്തിന്റെ പ്രവൃത്തി നിന്റെ അകത്ത് കുത്തിവെച്ച് തകർക്കാൻ നോക്കുമ്പോ, അതെ, ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്തത് ചിന്തിച്ച, ചെവി കൊണ്ട് ആവശ്യമില്ലാത്തത് കേട്ട് അലോക്യമുണ്ടാക്കി തകർക്കുന്ന ശത്രുവിന്റെ പത്രത്തിനകത്ത് നിന്ന് ഒരു പരിച്ഛേദന അവൻ ചെവിക്ക് ആവശ്യമാ, ഹൃദയത്തിന് ആവശ്യമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജഡത്തെ പൂർണ്ണമായി ക്രൂശിച്ച് ആത്മസ്വഭാവമുള്ളവരാൽ അത് എഴുന്നേറ്റ് വരുവാൻ ഉതകുന്ന ജീവന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നിനക്കൊരു ജയമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന് വേണ്ടി ദൈവം, ഹല്ലേലൂയ, നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ദയവും പരസ്പരം ക്ഷമിക്കുന്നവരുമായി. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് ആമേൻ ഞാൻ ഓടി വരട്ടെ. കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ച അബ്രഹാമേ എന്ന് വിളിച്ച അതേ ദൈവം, സൗമേലേ എന്ന് വിളിച്ച അതേ ദൈവം, പത്രോസേ എന്ന് വിളിച്ച അതേ ദൈവം, അതെ, ഇന്ന് രാത്രി നിന്നെ വിളിച്ചു. എന്നോ വിളിച്ച ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നു, കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. ആമേൻ. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഒക്കത്തില്ല. പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്വേ. അത് കുടുംബ ജീവിതത്തെ തകർത്ത് കളയുന്ന, തലമുറകളെ തകർത്ത് കളയുന്ന, ജീവിത പങ്കാളിയെ തകർത്ത് കളയുന്ന, കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ വെട്ടിവീഴ്ത്തുവാനുണ്ടെന്ന ഒരാത്മമണ്ഡല വിശ്വസിക്കുന്ന നിന്റെ മേൽ സ്വർഗം അത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം, അതെ, പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടുകൂടെ നടക്കുവാൻ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുവാൻ, അതേ ഭാര്യമാരെ, അതേ ഭർത്താക്കന്മാരെ, അതേ തലമുറമാരെ, പിതാക്കന്മാരെ, ആമേൻ, കൂടപ്പറപ്പെ, ആമേൻ, സുഹൃത്തുക്കളെ, അഭിഷക്തന്മാരെ, ഈ നിലയിൽ വേണം ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ തായ് പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവേ. ഇന്ന് ആമേൻ ലോകത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ആർക്കും തിന്മയ്ക്ക് പകരം ആമേൻ തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി, ഹല്ലേലൂയ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുക്കും. ഹല്ലേലൂയ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് പകലിലും നിനക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും നീ മിണ്ടാതിരിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. കരമടിച്ച് കർത്താവിന് മകത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും ആമേൻ പ്രിയരുമായി മനസ്സലിവ്, താഴ്മ, ആമേൻ, ദയ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വഴക്കുണ്ടായോ? ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, അത് ആ ജോലി സ്ഥലത്ത്, ആമേൻ, മാനേജറായിട്ട്, അല്ല താഴെയുള്ളവരായിട്ട്, അല്ല നിന്റെ സഭയിലുള്ളവരായിട്ട് ആയിക്കോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ, താഴ്മ, ദയ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം വിശ്വാസികളോട് ആമേൻ സ്വതന്ത്രമായും പൂർണ്ണമായും എന്തിരിക്കുകയാണ്? ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ തന്നെ ആമേൻ, ആമേൻ, അത് വ്രണപ്പെടുത്തുന്നവരോട് വിശ്വാസികൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഹല്ലേലൂയ. ആമേൻ. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ ദൈവത്തെ തന്നെ എന്ത് ചെയ്യാണ്? ആമേൻ, കുഴപ്പത്തിലാക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവർ മറ്റുള്ളവരോട് പ്രവർത്തിക്കുമ്പോൾ അവരോട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ലത് ചെയ്യണമോ? നീ നല്ലത് ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഭൂമിയിൽ നിനക്ക് ക്രമീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ സഹോദരങ്ങളോട്, നിന്റെ കൂടപ്പുറപ്പിനോട് നിനക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതേ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ
നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഹല്ലേലൂയ. ഇങ്ങനൊരു ദൈവത്തെ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ കടത്തിൻ്റെതായ സ്വഭാവങ്ങൾ നിമിത്തം ആരോടെങ്കിലും പിണങ്ങിയോ, ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, മക്കളോടാകട്ടെ, ആമേൻ, നാട്ടുകാരോ ദേശം ആരുമാകട്ടെ, ഇന്ന് രാത്രി അതെല്ലാം ക്ഷമിച്ച് ദൈവം മുമ്പാകെ യഥാസ്ഥാനപ്പെടുവാൻ നീ തയ്യാറായ നീ ഉയർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെടും, നീ സൗഖ്യമാകും. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? യേശു കർത്താവിന്റെ അരുമശിഷ്യനായ പത്രോസ് ചോദിച്ചു, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവരോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 7 വട്ടമല്ല 70 വട്ടം. ഹല്ലേലൂയ. ആമേൻ. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ടു ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്ന് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തിരികെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുക, ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. ആമേൻ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ ഞങ്ങൾ വിസ്മയിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതെ, വിസമ്മതിക്കുകയാണെങ്കിൽ നാം സ്വയം മുറിവേൽപ്പിക്കുകയും ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുകയും ആമേൻ ദൈവസഭയെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പ്രത്യേക ജീവിത ശൈലി തെരഞ്ഞെടുക്കുന്നത് നല്ലതോ ചീത്തയോ ആയ ആമേൻ അതെ മറ്റ് ആളുകളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രക്ഷിതനുമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിത ശൈലി തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. നാം വീണ്ടും ജനിച്ച ശേഷം, ഹല്ലേലൂയ, ആമേൻ, നാം എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം, അങ്ങനെ നാം അവന്റെ ശബ്ദം അറിയുകയും നാം അവൻ നല്ല ഇടയനായി അവനെ അനുഗമിക്കുകയും വേണം. ഹല്ലേലൂയ. അവൻ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും. ഇന്ന് രാത്രി അവൻ നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവ്, അവനെ നമ്മൾ അനുഗമിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവൻ ഒരു നല്ല ഇടയൻ എന്ന നിലയിൽ അവൻ ദയയും ആർദ്രതയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവനാണ് നമ്മുടെ നായകൻ. അവനെ നമുക്ക് പിൻപറ്റാം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 2 വരെ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവിൻ നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് അതേ ജീവിത ശൈലി തെരഞ്ഞെടുക്കും? ദയ, ആർദ്ര ഹൃദയം, ക്ഷമ എന്നിവയുള്ള ഒരു ജീവിത ശൈലികൾ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തയ്യാറാകും. ഉപദ്രവിക്കുന്നവരോട് അനുകമ്പ കാണിക്കുവാൻ തയ്യാറാകും. മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ എളുപ്പത്തിൽ ക്ഷമിക്കുവാനും ദയ കാണിക്കുവാനും ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന യേശു കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. ദയവായി ഒരു യു-ടേൺ ഉണ്ടാക്കി ശരിയായ പാതയിലൂടെ നടക്കുക. അതുവഴി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഞാനും നിങ്ങൾ മാറും. അങ്ങനെയുള്ള ജീവിതം നയിപ്പാൻ യേശു കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നിങ്ങളിലൂടെ അനേകരെ അനുഗ്രഹിക്കും
അനുഗ്രഹിക്കപ്പെടുവാൻ, ആമേ ദൈവിക അനുഗ്രഹങ്ങളുടെ ചാലനായി ആമേ ഞാനും നിങ്ങൾ മാറുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇതുപോലെ മറ്റൊരു വഴി ആമേ ലോകത്തിൽ ആരും കാണിച്ചിട്ടില്ല. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ യേശു കർത്താവിനെ നമ്മുടെ ജീവിത ശൈലിയാക്കാം. ഹല്ലേലൂയ. ആമേൻ. ഓർമ്മിക്കുക, ആമേൻ, യേശു കർത്താവാകട്ടെ നമ്മുടെ ജീവിത ശൈലി. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ജീവിപ്പാൻ കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൃപ നൽകിയാട്ട്. ആമേൻ. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ഒരു അത്ഭുതകരമായ ജീവിത ശൈലി ആമേൻ ഉള്ളവരായി ജീവിക്കുവാൻ, ആമേൻ, അങ്ങ് ഈ ഭൂമിയിൽ അവിടുത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളായി ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവരെ ആമേൻ ജഡത്തിന്റെ സ്വഭാവത്തിൽ ആമേൻ അത് നയിച്ച് തകർക്കുന്ന ദുഷ്ട വ്യാപാര ശക്തിക്കകത്തു നിന്ന്, പൈശാചികന്റെ ആമേൻ അത് ശക്തിക്കകത്തു നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച അതേ ഭാവത്തിൽ അതേ ശൈലിയിൽ ജീവിക്കുവാൻ കർത്താവേ ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എല്ലാവരെയും അങ്ങ് അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിന്റെ പരിജ്ഞാനത്തിലൂടെ ഹല്ലേലൂയ. ആമേൻ. അതേ ആമേൻ. മറ്റുള്ളവർ ആമേൻ അതേ തിന്മ ചെയ്താൽ, അവര് കോപിച്ചാൽ അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ആമേൻ ഒരു ജീവിത ശൈലിക്കുടമയായി മാറുവാൻ കർത്താവ് കൃപ കൊടുത്താട്ടെ. കർത്താവ് കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാൻ ഇന്ന് രാത്രി കർത്താവെ സമർപ്പിക്കുന്നവരെ അങ്ങ് സഹായിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ നിരന്തരം ദയയും ആർദ്രതയും ക്ഷമയും ഉള്ളവരായിരിക്കുവാൻ കർത്താവ് എല്ലാവരുടെ മേലും കൃപ പകർന്നാട്ട് അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ ഒരു പുത്തൻ ജീവിത ശൈലിയിൽ ജീവിക്കുവാൻ, യേശു ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. സമർപ്പിച്ചവർ ആമേൻ ഇന്ന് കേട്ട വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറായ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അത് നിങ്ങളുടെ കൂടപ്പുറപ്പിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. അത് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയോട് കാണിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയത്ത് ആമേൻ മറ്റൊരു ഗ്രൂപ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതുള്ളത് കൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി